ദ ബ്രിട്ടീഷ് സീക്രട്ട് ഏജന്റ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആമസോൺ പ്രൈം വഴി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തെലുങ്ക് ആക്ഷൻ സ്പൈ ത്രില്ലർ സിനിമയായിരുന്നു. സിനിമ മലയാളത്തിൽ നമ്മുടെ ആമസോൺ പ്രൈമിൽ ഡബ് ചെയ്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ മലയാളത്തിലാണ് കണ്ടത്. അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു വർക്കായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രത്തെ നമ്മുടെ നന്ദമൂരി കല്യാൺ റാമാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ സംയുക്ത മേനോനൊക്കെ തന്നെ ചിത്രത്തിനുള്ളിലുണ്ട്. ഇനി ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും സിനിമയുടെ കഥാ പരിസരം എന്നുള്ളത് നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ നാട് ബ്രിട്ടീഷ് ഭരണത്താൽ കയ്യാളിയിരുന്ന ഒരു ടൈം ഉണ്ടല്ലോ, എന്തായാലും ആ ഒരു ടൈമിലാണ് കഥ നടക്കുന്നത്. ഇനി സംഭവത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു ഭൂപ്രഭുവിൻ്റെ മകൾ, അവളുടെ പേര് എന്നുള്ളത് വിജയ എന്നാണ്. അവൾ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ്. എന്തായാലും ഈ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ ചിത്രത്തിലെ ഒരു സീക്രട്ട് ഏജൻ്റ് ആയിട്ടുള്ള നായക കഥാപാത്രം ആ ഒരു സ്പോട്ടിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡെവിൾ എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് മാത്രമാണ് കഥ എന്ന് പറയാൻ സാധിക്കില്ല. ഇത് ജസ്റ്റ് ഈ ഒരു സിനിമയുടെ ഒരു സബ്പ്ലോട്ടാണെന്ന് പറയാൻ സാധിക്കും. ഇതിന് മെയിൻ തീമൊക്കെ വേറെയാണ്. എന്തായാലും കാണാൻ പോവല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സസ്പെൻസ് ഒന്നും പോകണ്ട, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മുഷിപ്പില്ലാതെ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. കാരണം ഈ ഒരു സിനിമയുടെ കഥ എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒരു പ്ലെയിനായിട്ട് ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടല്ല ഈ ഒരു സിനിമയുടെ കഥ പോകുന്നത്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമയ്ക്കുള്ളിൽ ഒരു മെയിൻ പ്ലോട്ട് ഉണ്ട്, അതിന് ഇടയിലൂടെ ഒരു സബ് പ്ലോട്ട് വരുന്നു. അപ്പോൾ നമുക്ക് തന്നെ അറിയാനൊരു ആകാംക്ഷയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കഥ മുന്നോട്ട് വലിയധികം ഗസ് ചെയ്യാനൊന്നും സാധിക്കില്ല. കൂടാതെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വശം എന്നുള്ളത് ചെറിയ ചെറിയ രീതിയിലുള്ള ടേൺസ് ട്വിസ്റ്റൊക്കെ വെച്ച് തന്നെയാണ് സിനിമയുടെ കഥ മൊത്തത്തിൽ പോകുന്നതെന്നും പറയാൻ സാധിക്കും. സോ അത്യാവശ്യം നമുക്ക് ത്രില്ലിംഗ് ആയി തന്നെ ഇരുന്ന് കാണാൻ സാധിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ കഥ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ ചേരുവകളും ഉണ്ടായിരുന്നു. ഈ സിനിമയ്ക്കുള്ളിൽ ആക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ റൊമാൻസ് ഉണ്ട്, പിന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് ചേരുവകൾ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി സമന്വയിപ്പിച്ച് തന്നെയാണ് ഈ ഒരു സിനിമയുടെ കഥ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പ്രകടനത്തിൻ്റെ കാര്യത്തിലേക്കാണ് വരേണ്ടത്. പ്രകടനം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ കല്യാൺ ഡ്രാമ അല്ലെങ്കിൽ നന്ദമൂരി കല്യാൺ ഡ്രാമ ആകട്ടെ, അതുപോലെ തന്നെ നമ്മുടെ സംയുക്ത മേനോനാകട്ടെ, ഇവരൊക്കെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് സംയുക്ത മേനോൻ്റെ കാര്യം ഒന്ന് എടുത്തു പറയാൻ തോന്നുന്നു. ആ ഒരു ആക്ട്രസിൻ്റെ ആ ഒരു സെലക്ഷൻ എന്നുള്ളത് സമീപകാലങ്ങളിലായിട്ട് നല്ല രീതിയിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിരുപാക്ഷ എന്ന് പറയുന്ന സിനിമ ഒരു തെലുങ്ക് സിനിമയായിരുന്നു, തെലുങ്കോ കന്നഡയോ തെലുങ്കാന്ന് തോന്നുന്നു. ആ സിനിമയ്ക്കുള്ളിൽ അഭിനയം എനിക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ സാധിച്ചിരുന്നു. അത് പുള്ളിക്കാരത്തി ചുമ്മാ ഒരു സിനിമ, അതിനുള്ളിൽ സിനിമയായാലും ഒരു നായിക വേണം എന്നുള്ള രീതിയിലുള്ള സിനിമകളിലേക്കല്ല പുള്ളിക്കാരത്തി എത്തുന്നത്. മറിച്ച് അത് ആ ഒരു നല്ലൊരു ഡെപ്ത് ഉണ്ടാകണം ക്യാരക്ടറിന്. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴും ആ ഒരു കഥാപാത്രത്തിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു സിനിമയുടെ സ്റ്റോറിക്കുള്ളിൽ. എന്തായാലും നീറ്റായിട്ട് തന്നെ പുള്ളിക്കാരത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഓവറോൾ എല്ലാ അഭിനേതാക്കളും ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നെന്നും പറയാൻ സാധിക്കും. കൂടാതെ ചിത്രത്തിൻ്റെ ആ ഒരു ടെക്നിക്കൽ വശത്തെപ്പറ്റി ഒന്ന് മെൻഷൻ ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞു, ഇത് പ്രസൻറ്റിൽ നടക്കുന്ന ഒരു കഥയല്ല, മറിച്ച് ആ ഒരു ബ്രിട്ടീഷ് കാലഘട്ടം അല്ലെങ്കിൽ നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു കാലഘട്ടത്തെയാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു കാഴ്ചകൾ എന്നൊക്കെയുള്ളതാണ് വസ്തുത. ഇപ്പോൾ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണമാകട്ടെ, അല്ലെങ്കിൽ സിനിമയുടെ മൊത്തത്തിലുള്ള ആർട്ട് വർക്ക് ആകട്ടെ, അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ ആ ഒരു മ്യൂസിക് വർക്ക് ആകട്ടെ, ഇതൊക്കെ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് സിനിമയ്ക്കുള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആകെ കൂടി ഒരു കല്ലുകടിയായിട്ട് മേക്കിങ്ങിൽ തോന്നിയിട്ടുള്ളത് ചിത്രത്തിൻ്റെ എഫക്ട്സ് വർക്കുകളാണ്. ചില ഫ്രെയിംസൊക്കെ ഓക്കെയാണ്, പക്ഷേ ചിലയിടങ്ങളിൽ എഫക്ട്സ് വർക്ക് വളരെ ദാരുണമായിട്ട് പരാജയപ്പെട്ട് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുമായിരിക്കും. എങ്കിൽ കൂടിയും ഓവറോൾ ടെക്നിക്കൽ ആ ഒരു മികവ് എന്നുള്ളത് അത്യാവശ്യം ഓക്കെയാണ്. ഓക്കെ, നമുക്കറിയാമല്ലോ ഇത്തരത്തിലുള്ള ഒരു ഫിലിം എന്ന് പറയുമ്പോഴത്തേക്കും അതിനുള്ളിൽ ഒരുപാട് ടെക്നിക്കൽ ക്വാളിറ്റീസ് ഉണ്ടാകണം. ഓക്കെ, അതൊക്കെ എന്തായാലും സിനിമയ്ക്കുള്ളിൽ ഉണ്ടാകും. അത്യാവശ്യം പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിലുമാണ്. ഓവറോൾ പറയുമ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചിത്രത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. അതായത് ഒന്ന് നിങ്ങൾക്ക് കണ്ടിരിക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി അല്ല. അത്യാവശ്യം പ്രേക്ഷകന് അടുത്ത് എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയിൽ തന്നെ ഇരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു മോശം എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയാകില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്കിൽ കൂടിയും ഒരു അഭിപ്രായമായിട്ട് ഒന്ന് രണ്ട് അഭിപ്രായമായിട്ട് തോന്നിയിട്ടുള്ളത്, ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എഫക്ട്സ് വർക്കുകളൊക്കെ മികവാർന്ന രീതിയിലാക്കുക. അതുപോലെ ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടി ഗ്രിപ്പിംഗ് ആക്കി അവതരിപ്പിക്കാമായിരുന്നു. കൂടാതെ നമുക്കറിയാം ബേസിക്കലി ഇതൊരു കൊമേഴ്ഷ്യൽ ഫിലിമാണ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഓക്കെ, അതായത് ലോജിക്കൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ലോജിക്ക് മാറ്റി വെച്ചു എങ്കിൽ കൂടിയും അംഗീകരിക്കാൻ പറ്റാത്ത കുറേ കാഴ്ചകളുണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാക്ഷാൽ ബാഹുബലിയൊക്കെ തന്നെ എത്രത്തോളം അമാനുഷികനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ആ പുള്ളി പോലും ഒരൊറ്റ കുത്തിൽ, കട്ടപ്പയുടെ ഒരു കുത്തിൽ അദ്ദേഹം മരിച്ചു കൊടുത്തു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇവിടുത്തെ നായകൻ്റെ നേരെ കത്തിയോ അല്ലെങ്കിൽ വെടിയുണ്ടകളൊക്കെ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് 1, 2, 3, 4 തറച്ചു കഴിഞ്ഞാൽ പോലും പുള്ളി ആ വെടിയുണ്ടകളൊക്കെ ശരീരത്തിൽ ഏന്തി അടുത്ത ഹോട്ടലിൽ പോയി ഒരു ബിരിയാണി പറയും. അത്രയ്ക്കും മാസാണ്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. അതൊക്കെ എന്താണ് പറഞ്ഞത്, വളരെ കത്തി സീൻ എന്നൊക്കെ പറയാൻ സാധിക്കും. അതായത് ഈ സിനിമയ്ക്കുള്ളിൽ ബിരിയാണി കഴിക്കാൻ പോകുന്ന സീനുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച്
ഇത്തരത്തിലുള്ള ഒരു അമാനുഷികതയുണ്ടല്ലോ, നായകനൊന്നും സംഭവിക്കില്ല. ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ 200 പട്ടാളക്കാരൊക്കെ തന്നെ ഭീരങ്കി, വെടിക്കോപ്പുകൾ ഇതൊക്കെ ആയിട്ട് വരികയാണ്. അതൊക്കെ അദ്ദേഹം തടുക്കുന്ന കുറേ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അംഗീകരിക്കാൻ പാടുണ്ട്. എങ്കിൽ കൂടിയും സ്റ്റോറി വൈസിൽ സിനിമ അത്യാവശ്യം ഓക്കെ ആയിരുന്നു, പ്രകടനവും ഓക്കെയാണ്. ഒരു ഓവറോൾ ക്വാളിറ്റി മേക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് കണ്ടിരിക്കാം. സിനിമയ്ക്ക് ഒരു 7 out of 10 ആണ് നൽകുന്നത്, 10ൽ 7. സിനിമയ്ക്കുള്ളിൽ കാര്യമായിട്ട് സെക്ഷൽ കണ്ടന്റ് ഒന്നും ഉണ്ടെന്നൊന്നും പറയാനും സാധിക്കില്ല. നല്ല രീതിയിൽ വയലൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ബൈ.